ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ കൊച്ചു കുട്ടികളുടെ പോലും മനസ്സിലുയരുന്ന ചിത്രമാണ് ക്രിസ്മസ് പപ്പയുടേത്. അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്ന പേര് സാന്റക്ലോസ് എന്നാണ്. കുടവയറും നരച്ചു നീണ്ട താടിയും ചുവന്ന നീണ്ട കുപ്പായവും കോണിന്റെ ആകൃതിയിലുള്ള നീണ്ടു ചുവന്ന തൊപ്പിയും തോളത്തൊരു സഞ്ചിയും കയ്യിൽ നീണ്ട ദണ്ടുമായി പ്രത്യക്ഷപ്പെടുന്ന ആ രൂപം കൗതുകം ഉണർത്തുന്നത് തന്നെയാണ് അല്ലേ? ക്രിസ്മസ് കാലത്ത് എല്ലായിടങ്ങളിലും ഈ രൂപം പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. ക്രിസ്തുവിന്റെ ജനനവുമായി എന്തോ ബന്ധമുള്ള ഒരു വ്യക്തി എന്ന ധാരണ പൊതുജന ഹൃദയത്തിൽ ഉയർത്തുവാൻ ഇത് കാരണമാകുന്നു. ക്രിസ്മസ് പപ്പ എന്ന പേരും കൂടി കേൾക്കുമ്പോൾ ബന്ധം കൂടുതൽ ഉറപ്പാക്കപ്പെടുകയാണ്. യേശുവിന്റെ ജനനത്തെ പറ്റിയുള്ള ബൈബിൾ പരാമർശങ്ങളിൽ എങ്ങുമില്ലാത്തതും ആ മഹത്തായ സംഭവത്തോട് ഒരു ബന്ധമില്ലാത്തതുമായ ഒരു കഥാപാത്രം. വർത്തമാനകാലത്ത് എങ്ങനെ ഈ കഥാപാത്രം ഇത്ര പ്രാധാന്യം നേടി? കേരളീയർക്ക് ഓണക്കാലത്ത് കുടവയറും നീണ്ട കിരീടവും ഓലക്കുടയുമായി കടന്നു വന്നിരുന്ന ഒരു കഥാപാത്രമാണ് ഓണത്തപ്പൻ അഥവാ മാവേലി. ഇതിന് സമാനമായി ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു രൂപമാണ് ക്രിസ്മസ് പപ്പയുടേത്, അല്ലേ? ആരാണ് ഈ സാന്റക്ലോസ് എന്ന ക്രിസ്മസ് പപ്പ? അദ്ദേഹത്തിന്റെ ചരിത്ര യാഥാർത്ഥ്യം എന്താണ്? എങ്ങനെ ഈ കഥാപാത്രത്തിന് ഇത്ര പ്രാബല്യവും പ്രചാരവും വന്നു? ഇവയൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ചറിഞ്ഞാലോ? വരൂ. നിക്കോളാസ് എന്ന ഈ ചരിത്ര പുരുഷൻ AD 270 ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മാതാപിതാക്കൾ ധാരാളം സമ്പത്തുള്ളവരായിരുന്നു. നിക്കോളാസ് ബാലനായിരിക്കുമ്പോൾ തന്നെ വലിയ ഔദാര്യനിധിക്കാരനായിരുന്നു. സാധുക്കളെപ്പറ്റി വലിയ സഹതാപവും മനസ്സലിവും പ്രകടമാക്കിയിരുന്നു. അവരെ സഹായിക്കുന്നതിൽ ഒരു പ്രത്യേക സംതൃപ്തിയും കണ്ടെത്തി. ഒരു ദരിദ്ര കുടുംബത്തിലെ 3 പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ സാധിച്ചത് നിക്കോളാസ് ആരുമറിയാതെ ആ ദരിദ്ര കുടുംബത്തിൽ സ്വർണ്ണ നാണയങ്ങൾ ജനൽ വഴി രാത്രി സമയത്ത് ഇട്ടുകൊടുത്തതിനാൽ പോലും. ഇതുപോലെ മറ്റു പല സാധുക്കളെയും സഹായിച്ചു പോന്നു. അവർക്ക് ലഭിക്കുന്ന സഹായത്തിന്റെ ഉറവിടം അവർക്ക് അജ്ഞാതമായിരുന്നു. ഈ ഔദാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നുള്ള ക്രിസ്മസ് ഫാദർ തോളിൽ സഞ്ചിയിൽ സമ്മാനങ്ങളുമായി കടന്നു വരുന്നത്. ധാരാളം സമ്പത്തിനുടമയായ നിക്കോളാസ് അവയെല്ലാം വിട്ട് സഭയിലെ വൈദിക സേവനത്തിന് സന്നദ്ധനായി. തുടർന്ന് ബിഷപ്പുമായി. നല്ല തീക്ഷ്ണവാനായ സഭാ നേതാവും ഉദാരമതിയായ മനുഷ്യസ്നേഹിയുമായി അദ്ദേഹം പ്രവർത്തിച്ചു. റോമ ചക്രവർത്തി ഡയോക്ലീഷ്യന്റെ കാലത്ത് ക്രിസ്തീയ സഭയ്ക്ക് ഭീകരമായ പീഡനം ഏൽക്കേണ്ടി വന്നു. ആ കാലഘട്ടത്തിൽ നിക്കോളാസിനെ കാരാഗ്രഹത്തിലടച്ചു. തന്റെ വിശ്വാസത്തിൽ നിന്നോ ആധ്യാത്മികതയിൽ നിന്നോ അണുമാത്രം വ്യതിചലിച്ചിരുന്നില്ല അദ്ദേഹം അപ്പോഴും. പിന്നീട് കുസ്തന്തിനോസ് ചക്രവർത്തിയായി വന്നപ്പോൾ പീഡനം അവസാനിപ്പിച്ച് ക്രിസ്തീയ സഭയ്ക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകി. തദവസരത്തിൽ നിക്കോളാസ് സ്വതന്ത്രനുമായി. AD 325 ചേർന്ന നിക്യ സുന്നഹദോസിൽ അദ്ദേഹം സംബന്ധിച്ചതായി പറയപ്പെടുന്നു. അതിനുശേഷം AD 345 അദ്ദേഹം നിര്യാതനായി. അദ്ദേഹം പലപ്പോഴും സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഐ എം നിക്കോളാസ് എ സിന്നർ, പാപിയായ നിക്കോളാസ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ വിനയവും താഴ്മയും വെളിപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു അവ.